ശ്രീ ഷാക്കിർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഏറ്റവും ആദ്യം മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനം ആയത് ലീഗിലാണ്. അതിനുശേഷം ഏറ്റവും ആദ്യം പ്രഖ്യാപനം വരുന്നതും ലീഗിൽ നിന്നാണ്. 5 സ്ഥാനം ആവശ്യപ്പെട്ടു, 5 മന്ത്രിസ്ഥാനങ്ങളിൽ ലഭിക്കുന്നു. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിപ്പോൾ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോടിന് പ്രാതിനിധ്യമില്ല എന്നത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമുയരുന്നു. താങ്കൾ പ്രതിനിധീകരിക്കുന്ന യൂത്ത് ലീഗിന്റെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ് തെരുവിൽ പ്രതിഷേധത്തിനൊക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ പ്രതിഷേധം കണക്കിലെടുത്താകണം ഒരു ടേം വ്യവസ്ഥ ഇപ്പോൾ അവസാനം പ്രഖ്യാപനം നടത്തുമ്പോൾ വന്നിട്ടുണ്ട്. 2.5 വർഷത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ളയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ആര് സ്ഥാനം ഒഴിയുമെന്ന കാര്യം അപ്പോഴും സൂചിപ്പിക്കുന്നില്ല. പക്ഷേ അതൊരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കമാണ് എന്ന് കരുതുന്നു. എ.കെ.എം. അഷ്റഫ് കാസർഗോഡിനെ പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിൽ ഉണ്ടാകും, ആ നിലയിലൊക്കെ ചർച്ചയുണ്ട്. പക്ഷേ കാസർഗോഡിനും ഇത്തവണ പ്രാതിനിധ്യമില്ലാതെ വരുന്നു. പക്ഷേ ഇവരെയൊക്കെ ഒഴിവാക്കുമ്പോൾ പോലും അബ്ദുൾ ഗഫൂർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. ആദ്യ ടേം മത്സരിച്ച് വിജയിച്ചു വന്ന വ്യക്തി. സാധാരണമല്ല ലീഗിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷമുള്ള എതിർസ്വരങ്ങൾ. അതിനെ എങ്ങനെ കാണുന്നു? അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? ഈ ടേം വ്യവസ്ഥ പറഞ്ഞതുകൊണ്ട് മാത്രം അത് കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സ്ഥലത്ത് കുറ്റ്യാടി ഭാഗത്ത് കുറച്ച് പേര് ഒരു ചെറിയ പ്രതിഷേധം രേഖപ്പെടുത്തി. നോക്കൂ, നമ്മൾ ഈ UDFൻ്റെ ഒരു സ്പിരിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ജനാധിപത്യ അഭിപ്രായങ്ങളെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്ന അല്ലെങ്കിൽ വിമർശനം ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും. തീരുമാനം വന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഈ കഴിഞ്ഞ 10 ദിവസം 4-ാം തീയതി റിസൾട്ട് വന്നു. 14-ാം തീയതിയാണ് വി.ഡി. സതീശനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിക്കുന്നത്. അതുവരെ മാധ്യമങ്ങൾ മുഴുവൻ വളരെ വലിയ പൊട്ടിത്തെറി കോൺഗ്രസ്സിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പ്രഖ്യാപനം വന്ന ശേഷം ആദ്യം തന്നെ ശ്രീ KC വേണുഗോപാൽ വളരെ സന്തോഷത്തോടെ തന്നെ സ്വാഗതം ചെയ്തു, പിന്തുണ അറിയിച്ചു. പിന്നെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും അതുപോലെ പിന്തുണ അറിയിച്ചു. ഒരു ചെറിയ പ്രതിഷേധ പ്രകടനം പോലും ഒരു ഏതെങ്കിലും നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിരാശാ പ്രകടനം പോലും അന്ന് യഥാർത്ഥം ഉണ്ടായിട്ടില്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ അധ്യായമാണ്. ഒരു പുതുയുഗത്തിന് വേണ്ടി എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ UDFന് വേണ്ടിയൊക്കെ നിൽക്കുന്ന സ്വഭാവമാണ്. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഒരു പ്രകടനമോ പ്രതിഷേധമോ എവിടെയും ഉണ്ടായിട്ടില്ല. നേരത്തെ ചില ചാനലുകളിലൊക്കെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഏതോ ഒരു സ്ഥലത്ത് കുറച്ച് 5-6 ചെറുപ്പക്കാർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പല ആളുകൾക്ക് പലതരത്തിൽ അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായത്തിൻ്റെ ഭാഗമായി മാത്രം കാണാം. അതൊരു വലിയ രീതിയിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം നിങ്ങൾ എവിടെയും ആ രീതിയിലുള്ള ഒരു ചെറിയ അപശബ്ദം പോലും ഉണ്ടായതായി ഞങ്ങളാരും കണ്ടിട്ടില്ല, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 22 പേരും പ്രമുഖരാണ്, വളരെ മിടുക്കരാണ്. അത് ആദ്യമായി MLA ആകുന്നവർ എന്നോ അല്ലെങ്കിൽ നേരത്തെ MLA ആയ ആളുകൾ എന്നോ ഒന്നുമില്ല. എല്ലാവരും പൊതുപ്രവർത്തന രംഗത്ത് വളരെ പരിചയമുള്ളവരാണ്. വളരെ ചെറുപ്പക്കാരുണ്ട്, മിടുക്കരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ നമുക്ക് 22-ൽ 5 പേർക്ക് അവസരം കൊടുക്കാൻ കഴിയുള്ളൂ. ആ 5 പേരിൽ പലതരത്തിലുള്ള പരിഗണനകൾ എടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളും നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും മറ്റു പൊതുസമൂഹത്തിൻ്റെയും ആളുകളൊക്കെ ഈ ആളുകൾ എല്ലാവരും മിടുക്കരാണ് എന്ന് തന്നെയാണ് വിധി എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അബ്ദുൽ ഗഫൂറിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം എറണാകുളം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. നേരത്തെ യൂത്ത് ലീഗിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ P. രാജീവ് എന്ന് പറയുന്ന ഒരുപക്ഷെ പിണറായി വിജയന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയായൊക്കെ ഇവർ ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു വ്യക്തിയെയാണ്. വലിയ വികസനം കൊണ്ടുവരുന്നു എന്നൊക്കെ തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ള ആളെയാണ് വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കളമശ്ശേരി തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ്, മുസ്ലിം ലീഗ് നേതാവാണ്. അദ്ദേഹത്തിനാണ് അവസരം കൊടുത്തിട്ടുള്ളത്. അത് എല്ലാവരും അംഗീകരിച്ചതാണ്. എല്ലാവർക്കും അംഗീകാരം അവസരം കൊടുക്കുക എന്നുള്ളത് താല്പര്യമുള്ള സംഗതിയാണ്, ആഗ്രഹമുണ്ട്. പക്ഷേ ചില പരിമിതികൾ കാരണമാണ് അത് കൊടുക്കാൻ കഴിയാതെ പോയത്. അതെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയുടെ പ്രാതിനിധ്യം അനിവാര്യമാണ് എന്ന് പാർട്ടിയും എല്ലാവരും തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഒരു ടേം വ്യവസ്ഥയിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള ശ്രീമാൻ പാറക്കൽ അബ്ദുള്ളക്ക് അവസരം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, ശ്രീ NM കാരശ്ശേരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മാഷേ, ഇവിടെ ഒരു വലിയ മാറ്റം കേരളത്തിൽ സാംസ്കാരിക നായകർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നതാണ്, ആഗ്രഹിച്ചിരുന്നതാണ്. ആ മാറ്റം സാധ്യമായി കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഉണ്ടായുള്ള ചർച്ചകൾ അത് നീണ്ടുപോയത് വലിയ അലോസരമുണ്ടാക്കിയിരുന്നു. ഇതിപ്പോൾ 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വളരെ വേഗത്തിൽ ആ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ UDFനെ സംബന്ധിച്ചായിരിക്കുന്നു. 6 പതിറ്റാണ്ടിന് ശേഷം ആദ്യമാണ് അത്തരമൊരു നീക്കം നടക്കുന്നത്. അത് UDFന്റെ വരവ് കാത്തിരുന്ന, മാറ്റം പ്രതീക്ഷിച്ചിരുന്നവർക്കും പ്രതീക്ഷ നൽകുന്നുണ്ടോ? രേണു,
പറഞ്ഞോളൂ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 മിനിറ്റിനകം ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ അന്ന് പറഞ്ഞിരുന്നത്. അത് ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കാം. കേൾക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 നിമിഷത്തിനകം ഞങ്ങൾ മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയും എന്ന് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു. സാഹചര്യവശാൽ അത് 10 ദിവസമെടുത്തു. അത് അവരുടെ കോൺഗ്രസ് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പുറത്തുമൊക്കെ വളരെയധികം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.